ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു സോയാബീൻ കറിയാണ്. അപ്പോൾ സോയാബീനും ചിക്കനും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കറി വെക്കുമ്പോൾ പൊട്ടറ്റോ ചേർത്ത് കറി വെക്കില്ല, അതേപോലെ ചിക്കനിലേക്ക് സോയാബീൻ ചേർത്ത് കറി വെച്ചെടുത്തതാണ്. നമ്മൾ കുറച്ച് ചിക്കനൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ പൊട്ടറ്റോ ഒക്കെ ചേർത്ത് കറി വെക്കത്തില്ലേ, അതേപോലെ തയ്യാറാക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചിക്കനാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ സോയാബീൻ്റെ 1 കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ടതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി അതിലെ വെള്ളമെല്ലാം പോകുന്ന രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 3-4 വെള്ളത്തിലാണ് നമ്മളിത് കഴുകി എടുക്കണം. ഇതിൻ്റെ ഒരു കൊഴുപ്പ് പോലെ ഉണ്ട്, അത് പോകുന്നവരെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഞാൻ കറി വെക്കാനായിട്ട് ഈ പാത്രം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അതിലെ വെള്ളമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിൽ നമുക്ക് കറി തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂണിന് പെരുംജീരകമാണ് ഇട്ട് കൊടുത്തത്, വലിയ ജീരകം അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാനിതാ ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള മാത്രമാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും, കുറച്ച് തിക്നെസ്സും കിട്ടും. അപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി ഒന്ന് പകുതി വഴണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഉള്ളി പകുതി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതോട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവയുണ്ടല്ലോ, അത് മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കറിയിൽ ആ ഒരു പച്ചച്ചവ കാണും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 3 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂണിനാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനിതാ 3 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എരിയില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ 3 സ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവധികം വേണ്ട എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. അപ്പം ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല, ചിക്കനിൽ നിന്ന് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞോളും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് നോക്കുന്നുണ്ട്.
എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് നല്ലതായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം. ചിക്കൻ വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഞാൻ അല്പസമയം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഈ അല്പസമയം കഴിഞ്ഞിട്ട് ഞാൻ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ സോയാബീനിലേക്ക് അരപ്പൊക്കെ നല്ല രീതിയിൽ പിടിക്കത്തക്ക രീതിയിലാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എനിക്ക് ആ മസാല കറിയിൽ ചേർക്കുന്നത് നല്ല ഇഷ്ടമാണ്, ചിക്കൻ കറിയിൽ. അപ്പം ഞാനിതാ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉലുവാപ്പൊടിയും കൂടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കാണെങ്കിൽ ഈ സോയാബീനിലേക്ക് ഇതിൽ എരിവും ഉപ്പും ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഞാനിതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരല്പസമയം വേവിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയാബീൻ കുറച്ച് നമ്മൾ ചൂടുവെള്ളത്തിലിടുമ്പോൾ തന്നെ പകുതി വേവാകും. അപ്പം അപ്പം നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് അല്പസമയം കൂടെ തിളപ്പിച്ചതിന് ശേഷം ഞാനിതാ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ എരിവൊക്കെ കറക്റ്റാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അപ്പം നമ്മുടെ സോയാബീനും ചിക്കനും കൂടിയുള്ളൊരു കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.